യെസ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ വീഡിയോ, അതായത് എൻ്റെ ഒരു റെയിൽവേയിലേക്കുള്ള ഒരു ലൈഫ് ജേർണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻട്രിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. CBT 2 നെക്സ്റ്റ് അറൗണ്ട് 22 തോന്നുന്നു, 22 ഏപ്രിലിന് CBT 2 കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിനെക്കുറിച്ചുള്ളൊരു ടിപ്സ് വേണമെന്ന് പറഞ്ഞൊരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ സിലബസിനെ കുറിച്ചൊന്ന് ഡൈസെക്ട് ചെയ്ത് പോവാം. സോ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് 5 ടോപ്പിക്സ് ആണ്. ടോപ്പിക്സ് ഇൻ ദ സെൻസ് 5 സെക്ഷനാണ്. ഒന്ന് വരുന്നത് ജനറൽ അവയർനെസ്, രണ്ടാമത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, മൂന്നാമത് ഏതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പ്ലസ് നാലാമത്തേത് ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെക്നിക്കൽ എബിലിറ്റീസ്. സോ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 100 പ്ലസ് 15 15 10 10 ഇങ്ങനെയാണ് പോകുന്നത്. സോ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിനകത്ത് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 1 മാർക്ക് ഈച്ച്. സോ 150 ആണ് ടോട്ടൽ വരുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 to 110 ഈ ഒരു റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സേഫർ സൈഡാണ്, അല്ലെങ്കിൽ ഒരു വിന്നിങ് സൈഡാണെന്ന് പറയാൻ പറ്റും. സോ ഇതിനകത്ത് തന്നെ സെക്ഷൻ വൈസ് നമ്മൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സമുദ്രം പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാക്സിമം ഒരു 15 ഒരു 7 to 8 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യു ആർ ഇൻ സേഫർ സൈഡ്. എന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ലക്ക് ഫാക്ടർ കൂടെ ഉണ്ട്. ഞാൻ അഗെയിൻ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷനിൽ ഒരു ലക്ക് ഫാക്ടർ കൂടി ഉണ്ടാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങോട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഒരു 7 to 8 മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, മീനിങ് ഒരു പകുതിയോളം 50% നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഇൻ ദ സേഫർ സൈഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കുക. അതിനകത്തൊരു 75 to 80% മാർക്ക് കിട്ടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല മീനിങ് ഒരു അത്യാവശ്യം നല്ല സ്കോറിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 to 110 എന്ന് പറയുന്ന സ്കോറിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അത് ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് അത്. സോ അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റാൻ നോക്കുക. ആൻഡ് ദ തേർഡ് വൺ ബേസിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് മാക്സിമം ഈ MS ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. പ്ലസ് MS Excel, PowerPoint, ഈ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒത്തിരി നമ്മൾ ഡീപ്പിലേക്കോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ ക്ലിയർ ആവാൻ ശ്രമിക്കുക, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു ഇതിനകത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്തും ഏകദേശം ഒരു 80% അത് ബേസിക്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 80% മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസിലാണെങ്കിലും അതും ബേസിക് തന്നെയാണ്. അപ്പം അതിലും 80% അല്ലെങ്കിൽ 75 to 80% സ്കോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗുഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ടെക്നിക്കൽ എബിലിറ്റീസ്. ടെക്നിക്കൽ എബിലിറ്റീസിലാണ് ഞാനിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മീനിങ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാനിപ്പോൾ റെയിൽവേയിൽ. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ പോർഷൻസ് വരുന്നു അതായിരിക്കും ഒരു റെയിൽവേയിൽ കയറാൻ പോകുന്ന, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ പോർഷൻസ് ആണ്, ടെക്നിക്കൽ എബിലിറ്റീസിൽ എന്തൊക്കെ പോർഷൻസ് ആണ് വരുന്നത്, ഒത്തിരി ഉണ്ട് അതിനകത്ത്. പക്ഷേ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക, അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, തിയറി ഓഫ് മെഷീൻസ്, പിന്നെ മാനുഫാക്ചറിങ്, പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ സയൻസ്. ഈ ഒരു 5 സബ്ജക്റ്റ് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ ബേസിക് ഞാൻ ഇപ്പോഴും പറയുന്നു, ഒത്തിരി വലിയ വലിയ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്കോ അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ പ്രോബ്ലംസിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് തിയറീസ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഏതൊരു സാധനം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ ദാറ്റ്, ആ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്
ആ ഒരു സാധനം നിങ്ങൾക്ക് പിടികിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ പുറകിൽ വരുന്ന എന്ത് പ്രോബ്ലംസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് തിയറീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ഈ ഒരു പറഞ്ഞ ഈ തെർമോഡൈനാമിക്സ് ആ ഒരു 5 ടോപ്പിക്ക് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് തിയറി വൈസ് പ്ലസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസും ഇക്വേഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഈ പറഞ്ഞ പോലെ ബ്രഷപ്പ് ചെയ്തിട്ട് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു പേജിൽ എഴുതിയിട്ട് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു സ്കോർ എത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ടെക്നിക്കൽ എബിലിറ്റീസിൽ 100-ൽ ഏകദേശം ഒരു 75 മാർക്സ് നിങ്ങളൊന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലും ഓൾമോസ്റ്റ് ഒരു 80% അല്ലെങ്കിൽ 75% തിയറി തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ സയൻസിനകത്ത് എന്തൊക്കെ തിയറീസ് ഉണ്ടോ അതേപോലെ തന്നെ ബാക്കിയുള്ള തെർമോഡൈനാമിക്സിനകത്തെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെഷീനറീസ്, ഈ സാധനങ്ങളിലൊക്കെ തിയറീസ് ഒത്തിരി ഉണ്ടാവും. ആ തിയറീസ് കുറേ കൂടെ ഫോക്കസ് ചെയ്യുക. പ്ലസ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇക്വേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫോർമുല ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അതെല്ലാം കുറേ കൂടെ ഒന്ന് മീനിങ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഒരു 75-80 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറിറ്റിൽ കിട്ടിയെന്ന് തന്നെ വിചാരിച്ചോളൂ. 75 ഒക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫർ സൈഡ് തന്നെയാണ്, വിന്നിങ് സൈഡ് തന്നെയാണ്. സോ ഇതാണ് ഇതിൻ്റെ സിലബസ്. ഒരു നമ്മൾ ഡൈസെക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഈ രീതിയിലായിരിക്കും വരുന്നത്. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് പഠനം ഇപ്പം ഏകദേശം 22 ഏപ്രിലിനാണ് CBT 2 കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇനിയിപ്പോൾ ഒരു 2 വീക്സ് തന്നെ ഉണ്ടാവുള്ളൂ. സോ 2 വീക്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. 2 വീക്സ് എന്ന് പറയുമ്പോൾ ഒരു 14 ഡേയ്സ് മാത്രമേ ഉള്ളൂ ഇനി എക്സാമിന് വേണ്ടിയിട്ട്. സോ ഇനിയുള്ള പഠനം എന്ന് പറയുന്നത് ഇനി പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കരുത്. ഇപ്പം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ പഠനം മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ തേടി പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പം പഠിച്ചു ആ പഠനം എഗെയിൻ കുറേ കൂടി റിവൈസ് ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് നോട്ട്സ്. ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ എന്താണ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് മെഷീനറീസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണെന്നൊക്കെ ഞാൻ അറിയുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഗേറ്റ് കോച്ചിങ്ങിന് പോയപ്പം അവിടെ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചതുകൊണ്ട് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ഞാൻ പഠിച്ചതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഫോർമുലാസൊക്കെ അവിടെ സാർ പറഞ്ഞു തരുമായിരുന്നു. ഒരു ഷോർട്ട് നോട്ടിൽ മീനിങ് ചാർട്ട് പേപ്പറെല്ലാം കട്ട് ചെയ്ത് ഒരു ചെറിയൊരു സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിനകത്ത് നമ്മൾ എഴുതുമായിരുന്നു എന്തൊക്കെയാണ് ഫോർമുലാസ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ തിയറീസ് എന്തൊക്കെയാണ്. അപ്പം അതെല്ലാം എഴുതി പഠിച്ച് അവസാനം നമ്മൾ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേക്ക് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. സീരിയസ്ലി സ്പീക്കിംഗ് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം നിങ്ങൾ അതെല്ലാം ഇനി അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യാനുള്ള സമയമില്ല. സോ നിങ്ങളിപ്പോൾ എഴുതി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എഴുതി പഠിച്ചത് എന്താണോ അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഈ ഷോർട്ട് നോട്ട് പോലുള്ള സാധനങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു 2 ആഴ്ച കൊണ്ട് അതിനൊന്ന് പൊടി തട്ടിയെടുക്കുക, അതിനൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഫോർമുലാസ് അതേപോലെ തന്നെ ഓരോ ഇക്വേഷൻസ് ഏതാണ് ഒരു ടേം ഉണ്ടാവും, ആ ടേം എന്താണ് മീൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ യൂണിറ്റ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ മോക്ക് ടെസ്റ്റ് എന്തായാലും അറ്റൻഡ് ചെയ്യുക. ഒരാഴ്ച മുന്നേ എങ്കിലും അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് ഇങ്ങനെ തലേ ദിവസം വരെ ചെയ്യാതിരിക്കുക. ഒരാഴ്ച മുന്നേ ഒക്കെ ആയിട്ട് അത് നിർത്താൻ ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവും. കാര്യം എന്താ വെച്ചാൽ മോക്ക് ടെസ്റ്റിന് നിങ്ങൾ അഗെയിൻ പിന്നെ മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡീമോട്ടിവേഷൻ ആവും. അതുകൊണ്ട് തന്നെ ഒരാഴ്ച മുന്നേ വരെയൊക്കെ ആയിട്ട് നിർത്താൻ ശ്രമിക്കുക. പക്ഷേ ജസ്റ്റ് മാക്സിമം ടെസ്റ്റ് സീരീസ് അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഈ സാധനങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഫെമിലിയർ ആവാൻ ശ്രമിക്കുക. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടൊന്ന് ഫെമിലറൈസ് ആവുന്ന സമയത്ത് നമുക്കും കുറേ കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈ പറഞ്ഞുള്ള കീ പോയിന്റ്സും അതേപോലെ തന്നെ ഫോർമുലാസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട്സ് പറഞ്ഞിട്ടുണ്ടായില്ല, ആ ഷോർട്ട് നോട്ട്സുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എപ്പോഴും ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അത് നോക്കുക. രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സാധനങ്ങളൊന്ന് ഈ ഷോർട്ട് നോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. ആൻഡ് ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ്
തലേ ദിവസം ഒരിക്കലും പറഞ്ഞപ്പോൾ എല്ലാം കൂടെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പം എക്സാം ഇപ്പോൾ 22 ആണ് എക്സാം, 21 നിങ്ങൾ കൂൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗെയിംസിൽ ഇൻവോൾവ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ബി റിലാക്സ്ഡ്. നിങ്ങൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതൊന്ന് ഫോളോ ചെയ്യുക. അതായത് 20-ാം തീയതിയോടുകൂടി നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. 21 എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്, ഫ്രഷ് മൈൻഡ് ആയിരിക്കണം. ആൻഡ് ദ 22nd ഈസ് യുവർ ഡേ. അപ്പം ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും റിസൾട്ട് എന്ന് പറഞ്ഞ് എക്സാമിനെ അപ്രോച്ച് ചെയ്യല്ലേ. നിങ്ങളിപ്പം ഓരോ കാര്യങ്ങൾ നിങ്ങളിപ്പം ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഹാർഡ് വർക്കിൻ്റെ അങ്ങേറ്റമായിരിക്കും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കീപ്പ് ഓൺ കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് ആ റിസൾട്ട് എന്താവണം, അല്ലെങ്കിൽ ആ റിസൾട്ട് എനിക്ക് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും, പക്ഷെ അതിനെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. സോ ദാറ്റ് അവസാനം കിട്ടാതെ വരുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ വരും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഒരു പ്രോസസ്സ്, ഇതൊരു പഠനം എന്നുള്ളൊരു എൻജോയബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ അതൊരു എന്താ പറയുക, ഡെയിലി ലേണിങ്സ് ആണ്. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഒരു പ്രഷറും ഉണ്ടാവാതെ നമുക്ക് കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്നും സൊസൈറ്റി അതേപോലെ തന്നെ എല്ലാ പ്രഷറും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ എന്നുള്ളത് എനിക്കറിയാൻ പറ്റും. അതൊന്നും കാര്യമാക്കണ്ട. ജസ്റ്റ് ഗോ ആൻഡ് പൊളിക്ക്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ.